ശരണ്യ, ഇന്ന് എന്താണ് പാചകം? നമ്മുടെ കൂട്ടുകാരോട് കൂടി ഒന്ന് പറഞ്ഞേ. അതിനെന്താ പറയാമല്ലോ. അപ്പൊ ഹായ് കൂട്ടുകാരെ, ഷിജു ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മുട്ടത്തോരൻ. മുട്ട കൊണ്ട് തോരൻ, അതാണ് നമ്മുടെ ഇന്നത്തെ കറി. പിന്നെ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ അച്ഛനും അമ്മക്കൊക്കെ ഭയങ്കര തിരക്കാണ്, പാക്കിങ്ങിന്റെ തിരക്ക്. അപ്പൊ ഞാൻ ഇന്ന് അടുക്കളയിലുള്ളൂ. ഞാൻ ഇത് മുട്ടയും കൊണ്ട് തോരൻ ചെയ്യുന്ന കാണിച്ചുതരാം. എന്തോ അച്ഛനും അമ്മയും പാക്കിങ്ങിലാണ്, ഞായറാഴ്ച തിരക്കില്ല, അതുകൊണ്ട് അവരെ കാണിക്കാത്ത. നാളത്തെ വീഡിയോയിൽ അവരുണ്ടാവും. അപ്പൊ നമുക്ക് മുട്ട പൊടിയിലേക്ക് പോവാം. ഡീലിന് വേണ്ടി നാളത്തേക്കായിട്ട് ഒത്തിരി ഐറ്റം ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുമുണ്ട്, ഇനിയും പാക്ക് ചെയ്യാനും ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവരിന്ന് വീഡിയോയിൽ വരാത്തത്. ശരണ്യ, ഇനിയിപ്പോൾ എന്തൊക്കെയാണ്? ഇനി ഞാൻ ഇന്നുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചേക്കാം. ഇനി ഇതെല്ലാം ചെയ്തിട്ട് വേണം നമുക്ക് ഇനി ഒട്ടിക്കാൻ പോകാൻ. പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി അത് ഒട്ടിക്കാനും ഒത്തിരി പണി നമുക്കും കിടപ്പുണ്ട് അവിടെ. അവർ ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചേനെ. ചുമന്നുള്ളി, പച്ചമുളക്, കരിയപ്പ്, ഇത്ര സാധനമാണ്. പിന്നെ നമ്മുടെ മുട്ട, പിന്നെ നമ്മുടെ തേങ്ങ. ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പോന്ന് വെച്ചാ, ഇപ്പൊ നമ്മൾ തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. കൂട്ടുകാരോട് പറഞ്ഞില്ല ഇന്ന് എന്താണ് ഇങ്ങനെ എളുപ്പ പരിപാടി ചെയ്യാൻ കാരണം. നമുക്ക് എപ്പോഴും പാക്കിങ്ങും തിരക്കുള്ളപ്പോ നമ്മൾ പെട്ടെന്നുള്ള ഒരു പാചകമായിരിക്കും. അതുപോലെ നാളെ എല്ലാ പിള്ളേരും സ്കൂളിൽ പോകാൻ തുടങ്ങുന്നു. അതെ, നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ ആദ്യമായിട്ടൊക്കെ സ്കൂളിൽ പോകുന്നു. സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്നവരും വെക്കേഷൻ കഴിഞ്ഞ് എല്ലാരും പോകുന്നു. അതുപോലെ നമ്മുടെ എന്റെ അനിയത്തിയുടെ കൊച്ച് നാളെ ആദ്യമായിട്ട് സ്കൂളിൽ പോവാം. പ്രത്യേകം പറഞ്ഞേക്കാൻ പറഞ്ഞു. അതെ, അപ്പൊ സ്കൂളിൽ പോണ എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ അല്ലേ അതിനായിട്ട് തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ശരണ്യ അതേ മിക്സിയിലിട്ട് ഏതാണ്ടൊക്കെ അരക്കാൻ പോകുന്നു. പിന്നെ പച്ചമുളകും നമ്മുടെ ഇതെല്ലാം അരയ്ക്കാൻ പോകും. ഇതാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ അതല്ല, ചുവന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. തേങ്ങായും അരക്കുവാ. തേങ്ങായി കുറച്ച് മഞ്ഞപ്പൊടി ഇടണം. അങ്ങനെയാണല്ലേ തോരൻ വെക്കണത്? അമ്മ വെക്കുന്ന കണ്ടുപിടിച്ച് ഇവിടുത്തെ അമ്മ വെക്കുന്ന കണ്ടുപിടിച്ചതാണല്ലേ. ഇതിങ്ങനെ അരച്ചെടുക്കണം കൂട്ടുകാരെ. കൂട്ടുകാരോട് പറഞ്ഞു കൊടുത്തേക്കണം നമ്മൾ വെക്കുന്ന തോരൻ എങ്ങനെയാണെന്ന്. രണ്ട് പച്ചമുളക് ഇടാൻ പാടുള്ളേ. ഇനി എന്നാണ് നോക്കുന്നത്? മഞ്ഞപ്പൊടി ഇതെല്ലാം ഇട്ടാണ് നമ്മൾ അരക്കണത് അല്ലേ? മഞ്ഞപ്പൊടി വേണം, കുരുമുളക് പൊടി, കുറച്ച് മസാലയും വേണം. അപ്പൊ ഇനി ഇത് അരച്ചെടുത്തിട്ട് കാണിക്കാം അല്ലേ? അരച്ചല്ല, ചതച്ചെടുക്കണം. ചതച്ചി. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി. എന്നാ ചതച്ചണ്ട് പോവാ. അതുപോലെ നമ്മൾ ഒത്തിരി കറക്കി എടുക്കണം. ഒരു ചതയെ ചതയ്ക്കാം. അതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചതഞ്ഞാ മതിയല്ലേ? ചെറുതായിട്ട്. നമുക്കിനി പാത്രം വെച്ച് മുട്ട ചൂടാക്കാം. പെട്ടെന്നുള്ള പരിപാടിയാ. ശരണ്യ, എന്തോ നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞില്ല ശരണ്യ? കൂട്ടുകാരെ, ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ ഇതിലായിട്ട് ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കടുക് ഇടണം, പിന്നെ 2 ഉണക്കമുളക്, പിന്നെ കരിയപ്പ്. ഇത്ര സാധനങ്ങളാണ് വേണ്ടിയത്. പെട്ടെന്ന് പരിപാടി കേട്ടോ. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടല്ലേ? തീ കുറച്ച് നമ്മൾ കുറച്ച് കടുക് ഇട്ട് അങ്ങനെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗംഭീരായിട്ട് അങ്ങോട്ട് പൊട്ടട്ടെ. ഇച്ചിരി ഉണക്കമുളകൊക്കെ ഇട്ട് പിന്നെ കരിവേപ്പ് എല്ലാം അതിലായിട്ട് ഇട്ടിരിക്കണ. നമ്മുടെ വേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? അതെ. ഇനി നമുക്ക് അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടിരിക്കുകയാണ്. നമ്മുടെ തേങ്ങ കണ്ടത് ഇങ്ങനെ ചതച്ചെടുക്കണം. അതെ, ഒത്തിരി ചതച്ചാൽ അത് ഒരു പീരിയായി ഒരു എന്തോ ഇതായി കിടക്കും. അപ്പൊ ഇങ്ങനെ വേണം ചെയ്യാനല്ലേ? ഇങ്ങനെ വേണം ചെയ്യാൻ. അത്ര മതി തന്നെ. അതിൻ്റെ അകത്ത് ഇല്ല തേങ്ങ ഇല്ലേ? അത് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ നിന്ന് വടിച്ച് മൊത്തം എടുക്കണമെന്നുള്ളത് ശരണ്യക്ക് നിർബന്ധമാണത് അല്ലേ? എനിക്ക് ഒന്നും കളയുന്ന ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ ഇത് ഇനി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പൊ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? അതെ. അപ്പൊ അങ്ങനെ ശരണ്യ ഇനി അതിലായിട്ട് മുട്ട പൊട്ടിച്ചിടും അല്ലേ? ഇത് മൂക്കണം.
കുറച്ച് മസാലപ്പൊടി. ആ മസാലപ്പൊടിയൊക്കെ ഇടുക. കുറച്ച്. പിന്നെ കൂട്ടുകാരെ ഓർക്കരുത് സ്പൂൺ കൊണ്ടല്ലല്ലോ, എന്ന് ശരണി ഇങ്ങനെ കുടഞ്ഞിട്ട് ശീലിച്ചു. ഞാൻ പറയാറുണ്ട് സ്പൂൺ കൊണ്ട് ചെയ്യണം. അതെന്നാണ് ഇപ്പൊ ഇടുന്നത്? ആ അപ്പൊ ഇനി കുരുമുളക് പൊടി കൂടി അതിലാട്ട് ഇടട്ടെ. അപ്പൊ അങ്ങനെ കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട് അല്ലേ? പിന്നെ ഇനി എന്നാണ്? ആ ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് അല്ലേ? ആരെല്ലാം ചോദിച്ചോ ഉപ്പിട്ടോന്ന്? ആ നേരാണല്ലോ, ക്യാമറമാൻ പോലും ചോദിച്ചില്ല. നേരാണ്, ശരിയാണ്. ആ പിന്നെ എൻ്റെ ശരണ്യൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ അല്ലേ? ശരണ്യ എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും മറന്നുപോയെന്ന് അതുവരെ ഓർത്ത് തരുന്നതല്ലേ അല്ലേ? അല്ലേ, ഞാൻ വണ്ടിയിലായിട്ട് പോകുമ്പോൾ അതെടുത്താ ഇതെടുത്താന്നൊക്കെ എന്നോട് ഓർമ്മിപ്പിക്കണമല്ലോ. അങ്ങനെ ശരണ്യ മുട്ട എടുത്ത് കൂട്ടുകാരെ, അങ്ങനെ ആ നേരെ കഴുകിയാണ് ഫ്രിഡ്ജിൽ വെച്ച് അത് പൊട്ടിച്ച് ഉണ്ടായ കൂട്ടുകാരെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. കൂട്ടുകാരെ കണ്ട പൊട്ടിച്ച് ഒഴിച്ചിരിക്കുകയാണ് അതിനകത്ത്. നമ്മള് 4 മുട്ട എടുത്തേക്കണേ. എത്ര മുട്ട വേണേലും നമുക്ക് എടുക്കാം. നമ്മൾ 4. സൂപ്പർ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ആ മുട്ടയുടെയൊക്കെ ആ സ്മെല്ല് വരുന്നുണ്ട്. ഇനി എന്താണ് ഇട്ടേച്ച് ഓടിക്കളഞ്ഞാ ശരണ്യ? ആ കണ്ടായ കൂട്ടുകാരെ, അപ്പം ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ റെഡിയാക്കുക. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇളക്കുക. നല്ല ഇത് വന്നുണ്ടല്ലേ? തീയൊക്കെ കൂട്ടി വെച്ചല്ലേ? ആ എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചിക്കി അടിക്കുകയാണ്. അതെ, ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരു കറി ഇല്ലെങ്കിലും പെട്ടെന്നൊന്ന് തല്ലിക്കൂട്ടി എടുക്കാൻ പറ്റിയ കറിയാണ്. അത് നേരാ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം. ഇതിവിടെ അമ്മ വെക്കുന്ന എപ്പോഴും വെച്ച് തരുന്ന ഒരു ഐറ്റമാണ്. ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസം വെച്ചപ്പോ ഞാൻ ഓർത്ത് കൂട്ടുകാരെ കാണിക്കണമെന്നല്ലേ? ഇവിടെ എപ്പോഴും അമ്മ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഐറ്റം. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഉതിർന്ന് കിടക്കണം ഇങ്ങനെ ചെയ്ത് വരുമ്പോ. പിന്നെ നിങ്ങളൊക്കെ ഇളക്കുമ്പോ അതുപോലെ ശരിക്ക് അല്ലേ ഇളക്കി കൊടുത്തെന്നാ പെട്ടെന്ന് വരത്തില്ല. എന്നാലും ശരണ്യ അത് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ? പിന്നെ ശരണ്യ ഒത്തിരി പേര് ഹായ് പറയണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. എല്ലാവർക്കും പിണക്കമില്ലാത്ത ഹായ് കൊടുക്കും. പിന്നെ വേറെ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളെ ഒത്തിരി പേര് കോള് ചെയ്ത് വീഡിയോ കോൾ ചെയ്ത്, പക്ഷെ അതൊന്നും എടുക്കാൻ ചില സാഹചര്യത്തിൽ നമുക്ക് സാധിച്ചില്ല. നമ്മുടെ തൊഴിൽ തിരക്കിന്റെ ഒക്കെ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ അതൊന്നും മനസ്സിൽ വെച്ച് ഒരു പിണക്കാക്കരുത് അല്ലേ? നമ്മുടെ തൊഴിൽ തിരക്കിന്റെ ഒക്കെ കാരണം കൊണ്ടാണ് എടുക്കാൻ പറ്റാതെ വന്നത്. നിങ്ങൾ ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടെന്നാൽ ഞങ്ങൾ എപ്പോഴാണെങ്കിലും കാണും, മെസ്സേജ് തിരിച്ച് അയക്കുകയും ചെയ്യും. അതെ, ഈ വീഡിയോ കോൾ വിളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കടയിലായിരിക്കും. അതെ അതെ, ഞങ്ങൾ ചിലപ്പോൾ പല ഇതിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ സെയിലായിരിക്കും, ചിലപ്പോൾ വീഡിയോ കോൾ വിളിച്ചോട് കൊടുക്കൊണ്ട് എന്നെ കാണാൻ പറ്റത്തില്ലായിരിക്കും, ഞാൻ വീട്ടിലായിരിക്കും. അതെ അതെ, അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് അതൊന്നും ഒരു പിണക്കാക്കി എടുക്കരുത്. ആ അപ്പൊ നമ്മുടെ ഇതായ വർത്താനം പറഞ്ഞപ്പോ നമ്മൾ ഇത് ആയാന്നൊന്നും ചോദിച്ചില്ല. അതെ അതെ അതെ, അല്ല അടിപൊളിയായിട്ട് വിട്ട് ഇനിയും വലിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് പൊടിച്ചിടുക അല്ലേ? ആ അപ്പൊ നമ്മുടെ ഇത് റെഡിയായ ശരണ്യ? നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ അപ്പൊ കൂട്ടുകാരെ ഇത് കണ്ടാ നമ്മുടെ അതെ സൂപ്പറായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ട, ഇതാണ് നമ്മുടെ തോരനല്ലേ? നമ്മുടെ മുട്ടത്തോരൻ. ഇത് മാത്രം മതി നമുക്ക് ചോറ്. പിന്നെ ഇതിപ്പോ കൂട്ടുകാരെ ഇന്ന് കാണിക്കണതിന് വേറെ ഒരു പ്രത്യേകത ഉണ്ട് ശരണ്യ. പിള്ളേര് ഇപ്പൊ സ്കൂളിൽ പോകുമ്പോ അവർക്ക്
ചോറിന്റെ കൂടെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഐറ്റാണ്. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയത്. കണ്ട മുട്ടത്തോരൻ. അപ്പൊ ഇതുപോലെ ഒന്ന് പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ കൊടുത്തു വിടും. എല്ലാരും വെച്ചു കൊടുക്കണം. അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇന്ന് ഇത്ര ഉള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞങ്ങൾക്കും സുഖം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാം. അതുപോലെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദികൾ പറയുന്നു. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.